My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ യൂട്യൂബ് പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ 110ാമത്തെ എപ്പിസോഡാണത്. ഈ എപ്പിസോഡിൽ നമ്മൾ ബെലഡോണ എന്ന അധ്യായത്തിൻ്റെ 6ാം ഭാഗമാണ് പരിഗണിക്കുന്നത്. അതിൻ്റെ വളരെ സവിശേഷമായ ചില ലക്ഷണങ്ങളെക്കുറിച്ചും ചില കമ്പാരിസൺ, ഒപ്പിയം എന്നുള്ള ഔഷധമായിട്ടുള്ള വളരെ ശ്രദ്ധേയമായ ഒരു കമ്പാരിസണുമൊക്കെ ഈ ഭാഗത്ത് കണ്ടു നടത്തുന്നുണ്ട്. നമുക്കതിലേക്ക് വിശദമായിട്ട് പ്രവേശിക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ ബെല്ലിനെക്കുറിച്ച് പറഞ്ഞു നിർത്തിയത് ഈ ഡെലിറിയത്തിൻ്റെ വളരെ രൂക്ഷമായ അവസ്ഥയിൽ രോഗിയെ കൺഫൈൻ ചെയ്യണം, ചിലപ്പോൾ ബന്ധിക്കേണ്ടി തന്നെ വരും. തുണിയോ മറ്റോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൈകാലുകൾ ബന്ധിച്ചിടേണ്ടി വരും, കോൺഫിസ്കേഷൻ ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ അത് തുടർന്ന് പറയുന്നത്, in the text it describes these states as rage, fury. മെറ്റീരിയ മെഡിക്കയിൽ അല്ലെങ്കിൽ റെപ്പർട്ടറിയിൽ ഈ ലക്ഷണങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഔഷധങ്ങളെ കാണിക്കുന്നത് റേജ്, രോഷം, ഫ്യൂറി, രണ്ടും ഒരേ അർത്ഥം തന്നെ, പക്ഷേ അതിൻ്റെ ഡിഗ്രി കൂടുതലാണ്. ഫ്യൂറി എന്ന് പറയുമ്പോൾ ഡിഗ്രി കുറേ കൂടി കൂടിയതാണ്. റേജ് ആൻഡ് ഫ്യൂറി. ഹി വാണ്ട്സ് ടു ഡു വയലൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അക്രമം ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും. മോർണിംഗ്, ചില മോങ്ങുന്ന, ഇങ്ങനെ മോങ്ങി കരയുന്ന അവസ്ഥ, നായ കരയുന്ന പോലെ, നായ മോങ്ങുമെന്ന് പറയില്ല, അതിൽ മോങ്ങൽ, മോർണിംഗ്. ഇൻസ്റ്റെഡ് ഓഫ് ഈറ്റിംഗ് ബിറ്റ് വുഡൻ സ്പൂൺ ഇൻ ടു. അപ്പോൾ പണ്ടത്തെ കാര്യം പറയുന്നത് മരം കൊണ്ടുള്ള സ്പൂണ് കൊണ്ട് എന്തെങ്കിലും കഞ്ഞി എന്തെങ്കിലും കോഴി കൊടുത്തു കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിക്കുന്നതിന് പകരം ആ സ്പൂണിൽ കടിച്ച് പൊട്ടിച്ച് കളയും. നോഡ് പ്ലേറ്റ് ആൻഡ് ഗ്രൗൾഡ് ആൻഡ് ബാർക്ക് ലൈക്ക് എ ഡോഗ്. അപ്പോൾ പാത്രത്തിൽ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും, സ്പൂൺ കടിച്ചു മുറിക്കും, പാത്രം ഇങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കും. ഗ്രൗൾഡ് ആൻഡ് ബാർക്ക് ലൈക്ക് എ ഡോഗ്, ഒരു നായയെ പോലെ മുരളുകയും കുരക്കുകയും ചെയ്യും. എ ബോയ് വയലൻ്റ്ലി സിക്ക് റാൻ അറൗണ്ട് ദ റൂം ലാഫിങ് ഇമ്മോഡറേറ്റ്ലി. ഒരു പ്രൂവർ കോട്ട് ചെയ്തിരിക്കുക, ഒരു കുട്ടി വല്ലാതെ രോഗാവസ്ഥ, വല്ലാതെ രൂക്ഷമായ രോഗാവസ്ഥയിലുള്ള കുട്ടി ഒരു മര്യാദയില്ലാത്ത തരത്തിൽ, ഇമ്മോഡറേറ്റ്ലി, ഒരു മര്യാദയില്ലാത്ത തരത്തിൽ, ഒരു കുട്ടി കാണിക്കുന്ന തരത്തിലല്ല, അമിതമായ തരത്തിൽ വികൃതി കാണിച്ചുകൊണ്ട് മുറിയിൽ കിടന്നുകൊണ്ട് ചാടുകയും തുള്ളുകയും ഒക്കെ ചെയ്യുന്നു. ഇറ്റ് ഹാസ് എൻ ഇൻസൈൻ ലോഫ്റ്റർ. ചിരിക്കുകയല്ല, ഭ്രാന്തമായ ചിരി, ഇൻസൈൻ ലോഫ്റ്റർ. എ ലൗഡ് ബോയ്സ്റ്ററസ് ലോഫ്റ്റർ. ബോയ്സ്റ്ററസ് എന്ന് പറയുന്നത് ഇത് തന്നെ, ഒരു കുത്തിമറിയുക, സാധാരണ വികൃതി കാണിക്കലല്ല, വല്ലാതെ അമിതമായി ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളെ കാണിക്കുന്ന പോലെ അമിതമായി കുത്തിമറിഞ്ഞുള്ള ചിരി. എ പീസ് ഓഫ് ബ്രെഡ് വിച്ച് ഹി ടുക്ക് ടു ബി എ സ്റ്റോൺ ഹി ത്രോ ഫാർ ഫ്രം ഹിം. ഒരു കഷ്ണം അപ്പം കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഒരു റൊട്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അതൊരു കല്ലാണെന്ന് കരുതി അത് കല്ലെറിയുന്ന പോലെ എറിഞ്ഞു കളയുകയും ചെയ്യുന്നു. ഹി ടേൺസ് ആൻഡ് റോൾസ് ഇൻ ബെഡ് ഇൻ എ പെർഫെക്റ്റ് റേജ്. വല്ലാത്ത രോഷവും ഒരു അക്രമവാസനയും കാണിച്ചുകൊണ്ട് കിടക്കയിൽ കിടന്ന് ഉരുണ്ടു പറയും. ആവേർഷൻ ടു നോയ്സ് ആൻഡ് കമ്പനി. ശബ്ദത്തോടും കൂട്ടിനോടും ആൾ അടുത്ത് നിൽക്കുന്ന ഇഷ്ടമായില്ല. കൂട്ടിനോടും ശബ്ദത്തോടും ആവേർഷൻ ടു ലൈറ്റ് ഈസ് ബെറ്റർ ഇൻ ഡാർക്ക്. പ്രകാശത്തോടുള്ള ആവേർഷൻ. പ്രകാശം ഇഷ്ടമല്ല, ഇരുട്ടത്തിരിക്കുമ്പോൾ ബെറ്ററാണ്. അറ്റ് ടൈംസ് എ മോർ പാസീവ് സ്റ്റേറ്റ് ഇൻ്റർവീൻസ് ബിറ്റ്വീൻ ദീസ് അറ്റാക്സ് ഓഫ് വയലൻസ്. ചിലപ്പോൾ ഈ വയലൻ്റ് പാരോക്സിസംസ്, ഈ ഡെലിറിയം, അതിനിടക്ക് ഒരു ശാന്തതയുടെ ഇടവേള ഉണ്ടാവും. അത് പൊതുവേ ഇതിൽ കാണുന്നതാണ്, ശാന്തതയുടെ ഇടവേള ഉണ്ടാവും, വളരെ പാസീവായിട്ടൊരു സ്റ്റേറ്റ്. ദ ആക്റ്റീവ് ടൈം ഈസ് ഓൾവേസ് ദാറ്റ് ഓഫ് വയലൻസ്, ബട്ട് ദർ ഈസ് സംടൈംസ് എ മോർ പാസീവ് സ്റ്റേറ്റ് വെൻ ദ പേഷ്യൻ്റ് വിൽ സിറ്റ് ഓർ ലൈ ഇൻ ബെഡ് ആൻഡ് ടിയർ ദ ബെഡ് ക്ലോത്തിങ് ഓർ ബ്രേക്ക് എനിത്തിങ് ദാറ്റ് ഷീ ക്യാൻ ഗെറ്റ് ഹാൻഡ്സ് ഓൺ. അപ്പോൾ ചില അവസ്ഥയിൽ പാസീവ് ആകുമ്പോൾ ഈ ഓട്ടവും കുത്തിമുറിയിലൊക്കെ നിർത്തിയിട്ട് കിടക്കയിലിരിക്കും. ഇരുന്നിട്ട് എന്താ ചെയ്യുക? കിടക്ക വിരി വലിച്ചു കയറും. അപ്പോഴും ടോട്ടലി പാസീവ് അല്ല, ഓടുന്നില്ലെന്നേ ഉള്ളൂ, ഇരുന്നു ഈ കിടക്ക വിരി പറിച്ചു കയറും. കൈ കിട്ടുന്നതെല്ലാം അതെടുത്ത് ഒടിക്കാനും കീറാനൊക്കെ നോക്കും. ഇഫ് ഇറ്റ് ഈസ് എ സ്റ്റിക്ക് ഷീ വിൽ ബ്രേക്ക് ഇറ്റ് അപ്പ്. ഒരു വടിയാണ് കിട്ടുന്നതെങ്കിൽ അത് ഒടിക്കും. റണ്ണിങ് ഓൾ ത്രൂ ദ കംപ്ലൈൻറ്റ്സ് വെദർ ഡെലിറിയം, ഫീവർ ഓർ പെയിൻസ് ദർ ഈസ് സ്റ്റാർട്ട്ലിങ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം ഇടയിൽ, അത് ഡെലിറിയം ആയാലും വേദനയായാലും പനിയായാലും
ഈ ഞെട്ടൽ, വല്ലാതെ ഞെട്ടൽ, സ്റ്റാർട്ട്ലിങ്, വല്ലാതെ ഞെട്ടൽ എന്നൊരു സ്വഭാവമുണ്ട്. സ്റ്റാർട്ട്ലിങ്ങിന് സ്ലീപ്പ് ലൈക്ക് ആൻ ഇലക്ട്രിക് ഷോക്ക്. ഉറക്കത്തിൽ കൊണ്ട് ഒരു വൈദ്യുതാഘാതമേറ്റാൽ പെട്ടെന്ന് ഞെട്ടുന്ന പോലെ ഉറക്കത്തിൽ ഞെട്ടും. ജസ്റ്റ് ആസ് സൂൺ ആസ് ഹി ഫോൾസ് അസ്ലീപ് എ സെൻസേഷൻ ലൈക്ക് ആൻ ഇലക്ട്രിക് ഷോക്ക് ത്രൂ ഔട്ട് ദ ബോഡി. അത് ഉറക്കത്തിലേക്കാണ് വീണ് കഴിഞ്ഞാൽ ആ ഒരു സെൻസേഷൻ ഉണ്ടാവും. ഇലക്ട്രിക് ഷോക്ക്, വൈദ്യുത പ്രവാഹം കടന്നു പോകുന്ന പോലത്തെ ഒരു ഫീല്. അത് ഉണർന്നു കഴിയുമ്പോൾ ആ രോഗി പറയുകയും ചെയ്യും. ഈ വീണ്ടും ഒരു പ്രോറെ കോട്ട് ചെയ്യാണ്. സ്റ്റാർട്ട്സ് ഇൻ ഫ്രൈറ്റ് അറ്റ് അപ്രോച്ച് ഓഫ് അതേഴ്സ്. മറ്റുള്ളവർ സമീപിക്കുമ്പോൾ വല്ലാതെ ഭയം കൊണ്ട് ഞെട്ടുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിയിൽ ആ ലക്ഷണം ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്തെല്ലാം കണ്ടു കഴിഞ്ഞാൽ വല്ലാതെ ഭയന്നിട്ടെന്ന പോലെ, അത് ഭയാനകമായ വസ്തുത കണ്ട പോലെ. ഈ കുട്ടിയുടെ അമ്മാവൻ, ചെറിയൊരു അമ്മാവൻ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോഴും വല്ലാതെ ഭയന്ന് മുഖത്തൊക്കെ ഇങ്ങനെ ഭയപ്പാട് കാണിച്ചിട്ട് ഞെട്ടുകയാണ്. ഫിയർ ഓഫ് ഇമാജിനറി തിങ്സ് വാണ്ട്സ് ടു റൺ അവേ ഫ്രം ദം. ഓരോ കാര്യങ്ങൾ സങ്കല്പിച്ചിട്ട് അതിൽ നിന്ന് ആ സങ്കല്പിച്ച ആ വസ്തുവിൽ നിന്ന് ഓടിക്കളയാൻ ശ്രമിക്കും. ചിലപ്പോൾ ഈ ഡെലിറിയത്തിൻ്റെ അതിനൊക്കെ പിന്നിലുള്ളതായിരിക്കാം. എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട്, ഭയാനകമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട്, സങ്കല്പത്തിൽ കണ്ടിട്ട് ഓടാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഗ്രേറ്റ് ആങ്സൈറ്റി റൺസ് ത്രൂ ദ റെമഡി. ഈ ഔഷധത്തിൽ ത്രൂ ഔട്ട് എല്ലായിടത്തും കാണുന്ന വല്ലാത്തൊരു ആങ്സൈറ്റി. പനി വന്നു കഴിഞ്ഞാൽ എന്ത് വന്നാലും വല്ലാത്തൊരു ആങ്സൈറ്റി. As a patient comes out of these attacks of delirium, as he comes out of convulsions, fear is depicted from the face. ഇത് വളരെ പ്രധാനപ്പെട്ട, ഞാൻ ആ കുട്ടിയിലും കണ്ടൊരു കാര്യമാണ്. ഈ ഡെലിറിയത്തിൻ്റെ ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ മുഖം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഭയം ഇങ്ങനെ കൊത്തിവെച്ച് പോലെ. നമ്മൾ നേരത്തെ അക്കൗണ്ടിൽ കണ്ട പോലെ ആങ്സൈറ്റി കൊത്തിവെച്ചിരിക്കുന്നത് പറഞ്ഞ പോലെ ഇവിടെ ഭയമാണ്. ഭയം ഇങ്ങനെ മുഖത്ത് കൊത്തിവെച്ചിരിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. The patient is in great excitement. വല്ലാത്ത ഉത്തേജിതാവസ്ഥ. The circulation is in a state of great excitement. The heart is in great excitement. Motion and emotion increase the beating of the heart. അപ്പോൾ മൊത്തം ഹാർട്ടിൻ്റെ പ്രവർത്തനം എക്സൈറ്റഡായി, ഉത്തേജിതമായതുകൊണ്ട് സർക്കുലേഷൻ ഉത്തേജിതമായി, പേഷ്യൻ്റെ മൊത്തം നെർവസ് കണ്ടീഷനൊക്കെ ഉത്തേജിതമായി. ഇറ്റ് മേ ഹാവ് ബീൻ ഗ്ലീൻ ദാറ്റ് ബെൽ ഈസ് എ റെമഡി ദാറ്റ് ഈസ് ഓവർ സെൻസിറ്റീവ്, എ സ്റ്റേറ്റ് ഓഫ് ഹൈപ്പർതീഷ്യ, എക്സ്ട്രീം ഇറിറ്റബിലിറ്റി ഓഫ് ടിഷ്യൂസ്. അപ്പോൾ ഈ ബെല്ലിനെ കുറിച്ച് പഠിക്കുമ്പോൾ പല വഴികളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു അറിവ്, അതനുസരിച്ച് ഗ്ലീൻഡ്, പല മാർഗങ്ങളിൽ നിന്നും കിട്ടിയൊരു അറിവ് എന്തായിരിക്കാം? ഓവർ സെൻസിറ്റിവിറ്റി ഉള്ള ഒരു മരുന്നാണത്. ഹൈപ്പർതീഷ്യ, നേരത്തെ പറഞ്ഞ പോലെ സ്കിന്നിനും എല്ലാ അവയവങ്ങളിലും സെൻസിറ്റിവിറ്റി വന്നൊരവസ്ഥ. ടിഷ്യൂസിൻ്റെ, എല്ലാ ടിഷ്യൂസിൻ്റെയും അങ്ങേയറ്റത്ത് ഇറിറ്റബിലിറ്റി. അപ്പോൾ ഈ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓവർ സെൻസിറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഗ്രഹിക്കാൻ പറ്റിയ പലതരം മെറ്റീരിയൽ മേടിക്കുക വായിച്ചുകൊണ്ടോ ലക്ഷണങ്ങൾ പ്രൂവേഴ്സിനെ കേട്ടതുകൊണ്ടോ നമുക്ക് മനസ്സിലായി ഈ ഓവർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള എന്താണെന്നാണ് കെൻഡ് വിശദീകരിക്കുന്നത്. ദിസ് ഈസ് സെറ്റ് ടു ബി ആൻ ഇൻക്രീസ്ഡ് ഇറിറ്റബിലിറ്റി ഓഫ് ദ നെർവ് സെൻറ്റേഴ്സ്. നെർവ് സെൻറ്റേഴ്സിൻ്റെ ഇറിറ്റബിലിറ്റി വർദ്ധിച്ചൊരവസ്ഥയാണ്. സെൻസിറ്റിവിറ്റി തന്നെ സെൻസിറ്റിവിറ്റി ആണെന്നൊക്കെ പറയാം, പക്ഷേ അതിന് പിന്നിലുള്ള റീസൺ ഈ ഇറിറ്റബിലിറ്റി വർദ്ധിക്കുക. ഇറിറ്റബിലിറ്റി പലരും പലതരത്തിലായിരിക്കും. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ ചെറിയ കുട്ടികളുടെ ക്ലാസ് നോക്കുക. ഇപ്പോൾ ഒരു വികൃതി കുട്ടി ഒരു 3 കുട്ടികളെ ഒരേ രീതിയിൽ ശല്യപ്പെടുത്താൻ ശ്രമിക്കുന്നു, തോണ്ടുന്നു. ഒരു കുട്ടി ചിലപ്പോൾ അത് ശ്രദ്ധ തിരിഞ്ഞു നോക്കിയിട്ട് വിട്ടുകളഞ്ഞിട്ടുണ്ടാവും. മറ്റേ കുട്ടി ചിലപ്പോൾ ചോദിക്കും എന്താണ് ചെയ്തതെന്ന് ചോദിക്കും. 3ാമതൊരു കുട്ടി ചിലപ്പോൾ തിരിച്ചു തോണ്ടുകയും ചെയ്യുന്നത്. അത് ഇറിറ്റബിലിറ്റിയുടെ ഡിഗ്രിയിലുള്ള വ്യത്യാസമാണ്. ഓരോരുത്തരിലുള്ള ഇറിറ്റബിലിറ്റി വ്യത്യസ്ത സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെ എക്സ്ട്രീം ഇറിറ്റബിലിറ്റി, നെർവ് സെൻറ്റേഴ്സിൻ്റെ എക്സ്ട്രീം ഇറിറ്റബിലിറ്റിനെയാണ് ഈ ഓവർ സെൻസിറ്റിവിറ്റി ആയിട്ട് ഇവിടെ കാണുന്നത്. അപ്പോൾ കെൻഡ് നടത്തുന്ന ഒരു സൂക്ഷ്മമായ നിരീക്ഷണമാണത്. ദിസ് ഡെവലപ്സ് എ സ്റ്റേറ്റ് ഓഫ് ഇൻക്രീസ്ഡ് എബിലിറ്റി ടു ടേസ്റ്റ്. അപ്പോൾ ഇറിറ്റബിലിറ്റി വർദ്ധിച്ചു, രുചിക്കാനുള്ള എബിലിറ്റി കൂടും. അപ്പോൾ സ്വാദറിയുന്ന നാഡികളിലും ഇറിറ്റബിലിറ്റി കൂടി. ഒരു ചെറിയൊരു തരി പഞ്ചസാര അല്ലെങ്കിൽ ചെറിയൊരു ഉപ്പ് ചെന്നാൽ മതി, ഇറിറ്റബിലിറ്റി കൂടിയിരിക്കുന്ന കാരണം ആ രുചി, ഉപ്പ് അല്ലെങ്കിൽ മധുരം അറിയും. അപ്പോൾ ടേസ്റ്റ് വർദ്ധിച്ചു, സ്മെല്ല് വർദ്ധിച്ചു, ഫീലിങ്സ് വർദ്ധിച്ചു, എക്സൈറ്റബിലിറ്റി ഓഫ് ദ സെൻസോറിയം. മൊത്തം നമ്മൾ ഇന്ദ്രിയ വ്യവസ്ഥയുടെ എക്സൈറ്റബിലിറ്റി, ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കാൻ പറ്റുന്ന ഒരവസ്ഥ വല്ലാതെ വർദ്ധിച്ചു. അതാണ് ഈ ഓവർ സെൻസിറ്റീവ് എന്ന് പറയാൻ കാരണം.
സെൻസിറ്റീവ് ടു ഇംപ്രഷൻസ്, സെൻസിറ്റീവ് ടു ലൈറ്റ്, ടു നോയ്സ്, ടു ടച്ച്, ടു ജാർ. നേരത്തെ കണ്ട കാര്യം തന്നെ, പ്രകാശം, ശബ്ദം, സ്പർശം, ചലനം, ഈ 4 കാര്യങ്ങളോടും സെൻസിറ്റീവാണ്. ദ സെൻസോറി ഈസ് വയലൻ്റ്ലി എക്സൈറ്റഡ്. ഇന്ദ്രിയങ്ങൾ വല്ലാതെ ഉത്തേജിതമായി. എക്സസീവ് നെർവസ് ഇറിറ്റബിലിറ്റി സ്റ്റാൻഡ്സ് ഔട്ട്, പെർഹാപ്സ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ബെൽ ഇൻ കോൺട്രാസ്റ്റ് വിത്ത് മെഡിസിൻസ് ലൈക്ക് ഒപ്പിയം. ഇനി ഒപ്പിയുമായിട്ടുള്ള കമ്പാരിസണാണ് വരുന്നത്. ഈ നെർവസ് ഇറിറ്റബിലിറ്റി, എക്സസീവ് നെർവസ് ഇറിറ്റബിലിറ്റി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബെൽഡോണയുടെ കാര്യത്തിൽ. ഇത് ബെൽഡോണ ഏറ്റവും ശ്രദ്ധേയമായ സ്വഭാവങ്ങളിൽ ഒന്നായിട്ട് അത് പറയുമ്പോൾ അതിനെ ഒപ്പിയുമായിട്ട് കമ്പയർ ചെയ്യാൻ. ഒപ്പിയത്തിൻ്റെ കാര്യം എങ്ങനെയാണ്? ദാറ്റ് ഡിപ്രൈവ്സ് ദ പേഷ്യൻ്റ് ഓഫ് ഓൾ സെൻസിറ്റിവിറ്റി. രോഗിയെ എല്ലാവിധ ഇന്ദ്രിയാനുഭൂതികളിൽ നിന്നും മാറ്റി നിർത്തുന്നു, ഡിപ്രൈവ് ചെയ്യിക്കുന്നു. എല്ലാത്തരം സെൻസിറ്റിവിറ്റിയിൽ നിന്നും ഡിപ്രൈവ് ചെയ്യുക, എടുത്തു കളയുന്നതാണ് ഒപ്പിയം. പക്ഷേ ബെൽഡോണിൻ്റെ കാര്യത്തിൽ അത് എല്ലാം എക്സൈറ്റഡായി. ഇതൊരു ഒപ്പിയവും ബെൽഡോണും തമ്മിൽ കോൺട്രാസ്റ്റാണ്. എന്തുകൊണ്ട് ഈ രണ്ട് തമ്മിൽ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നതിനുള്ള കാരണം എൻ്റെ തുടർന്ന് പറയുന്നുണ്ട്. ദ മോർ കൺജഷൻ ദർ ഈസ് ഇൻ ഒപ്പീനിയം, ദ ലെസ് എക്സൈറ്റബിലിറ്റി. ഒപ്പിയത്തിൻ്റെ കാര്യത്തിൽ കൺജഷൻ കൂടുമ്പോൾ എക്സൈറ്റബിലിറ്റി കുറയും. ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണ്. കൺജഷൻ കൂടുന്നു, എക്സൈറ്റബിലിറ്റി കുറയുന്നു. ആൻഡ് യെറ്റ് ദേ ആർ വെരി സിമിലർ ഇൻ മെനി റെസ്പെക്ട്സ്. എന്നിരുന്നാലും ബെൽഡോണയും ഒപ്പിയും പല കാര്യങ്ങളിലും പല ഘടകങ്ങളിലും വളരെ സിമിലറാണ്. ഇൻ ദ അപ്പിയറൻസ് ഓഫ് ദ ഐസ് ആൻഡ് ഫേസ്, സിമിലർ ഇൻ പത്തോളജിക്കൽ സ്റ്റേറ്റ്സ്. അപ്പോൾ കണ്ണിൻ്റെയും മുഖത്തിൻ്റെയും അപ്പിയറൻസ് പത്തോളജിക്കൽ സ്റ്റേറ്റ്, അതിൻ്റെ ജീവശാസ്ത്രപരമായി ശരീരശാസ്ത്രപരമായി പരിശോധിച്ചാൽ, അങ്ങനെ നിങ്ങൾ അനാട്ടമിയുടെയും ഫിസിയോളജിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെയും മുഖത്തിൻ്റെയും അപ്പിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒപ്പിയവും ബെൽഡോണും സിമിലറാണ്. If I were to prescribe on the pathological stage the congestion of the brain, the appearance, without taking in the intensity of one or other, I would not be able to distinguish between ഒപ്പിയം ആൻഡ് ബെൽ. കണ്ടോ, ഇത് പ്രധാനപ്പെട്ട ഒരു അറിവാണ്. അതെന്ന് വെച്ചാൽ പൊതുവേ ഉള്ളൊരു കാര്യം, ഈ പത്തോളജിക്കൽ ആയിട്ടുള്ള ശരീരശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ രോഗാണുശാസ്ത്രപരമായിട്ടുള്ള നിങ്ങളുടെ അറിവ് വെച്ചുകൊണ്ട് കഞ്ചഷനെ, ബ്രെയിനിൻ്റെ കഞ്ചഷനെ പരിഗണിക്കുകയാണെങ്കിൽ ഒപ്പിയവും ബെല്ലും തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ ഒപ്പിയം കൊടുക്കുന്നത് ബെല്ലും, ബെല്ല് കൊടുക്കുന്നത് ഒപ്പിയം കൊടുത്തേക്കാൻ സാധ്യതയുണ്ട്. ഇനി എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടത്? അതാണ് ഹോമിയോപ്പതിയുടെ അടിസ്ഥാന തത്വത്തിലേക്ക് കെൻറ്റ് വീണ്ടും അത് ആവർത്തിച്ച് പറയുന്നത്. ദേ ഓഫൺ ആൻറ്റിഡോട്ട് ഈച്ച് അതർ. ഈ ഒരു സിമിലാരിറ്റി കാരണം ഇത് രണ്ടും പരസ്പരം ആൻറ്റിഡോട്ട് ചെയ്യും. ബട്ട് വി ഡു നോട്ട് പ്രിസ്ക്രൈബ് ഓൺ പത്തോളജി. പക്ഷെ നമ്മൾ പത്തോളജി നോക്കിയില്ല പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അങ്ങനെ പറയുമ്പോൾ പത്തോളജി നോക്കി പ്രിസ്ക്രൈബ് ചെയ്യരുത് എന്നുള്ള സൂചന ഇവിടെ ഉണ്ട്. പത്തോളജി നോക്കി പ്രിസ്ക്രൈബ് ചെയ്യരുത്. ബട്ട് അപ്പോൺ സിംറ്റംസ് ആഫ്റ്റർ കെയർഫുൾ ഇൻഡിവിജ്വലൈസേഷൻ. പക്ഷെ നമ്മൾ സിംറ്റംസ് നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ട്, അപ്പോൾ ഒപ്പിയും ബെൽഡോണയും തമ്മിലുള്ള കാര്യത്തിൽ അപ്പിയറൻസും പത്തോളജിക്കൽ കണ്ടീഷൻസും എല്ലാം സിമിലർ ആണെങ്കിലും ഒന്നിൻ്റെ കാര്യത്തിൽ കഞ്ചഷൻ കൂടുമ്പോൾ എക്സൈറ്റബിലിറ്റി കൂടുന്നു ബെൽഡോണ, മറ്റൊന്നിൻ്റെ കാര്യത്തിൽ കഞ്ചഷൻ കൂടുമ്പോൾ എക്സൈറ്റബിലിറ്റി കുറയുന്നു ഒപ്പിയം. അപ്പോൾ ബ്രെയിനിൻ്റെ കഞ്ചഷനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ പഠിച്ച അറിവുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഒപ്പിയമാണോ ബെൽഡോണാണോ കൊടുക്കേണ്ടത്? അവിടെ ഇൻഡിവിജ്വലൈസ് ചെയ്യുന്ന കാര്യം എക്സൈറ്റബിലിറ്റിയാണ്. ഒപ്പിയത്തിൻ്റെ കാര്യത്തിൽ കഞ്ചഷൻ കൂടുമ്പോൾ എക്സൈറ്റബിലിറ്റി കുറയുന്നു, ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണ്. ബെൽഡോണയുടെ കാര്യത്തിൽ കഞ്ചഷൻ കൂടുമ്പോൾ എക്സൈറ്റബിലിറ്റിയും കൂടുന്നു, ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണ്. അങ്ങനെയാണ് ഇൻഡിവിജ്വലൈസ് ചെയ്യുന്നത്. അതാണ് ഹോമിയോപ്പതിയുടെ രീതി. അല്ലാതെ അനാട്ടമിയും ഫിസിയോളജിയും പത്തോളജിയും വെച്ചാൽ മാത്രമല്ല, അത് ആവശ്യമായ ഘട്ടങ്ങളിൽ അത് ഉപയോഗിക്കേണ്ടി വരും, ഉപയോഗിച്ചുകൊള്ളുക. പക്ഷേ നമ്മൾ സിംറ്റംസ് വെച്ചുകൊണ്ടാണ് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ്. സിംറ്റംസ് വെച്ചുകൊണ്ട് ഓരോന്ന് ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ്. സിംറ്റംസിനെ പൊതുവേ നോക്കി പോകുമ്പോൾ പല മരുന്നുകളും ഒരേപോലെ തോന്നാം, പക്ഷേ കൃത്യമായിട്ട് ഇൻഡിവിജ്വലൈസ് ചെയ്യാൻ പഠിക്കണം. കെൻറ്റിൻ്റെ ലെക്ചേഴ്സിൽ നിന്ന് കിട്ടുന്ന വലിയൊരു ഗുണമതാണ്. കൃത്യമായിട്ട് ഇൻഡിവിജ്വലൈസ് ചെയ്യുന്ന, നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് എടുത്തു പറയുകയും ആ സൂക്ഷ്മമായ വ്യത്യാസം
എടുത്തു കാണിക്കുകയും ചെയ്യും. ഇവിടെയും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ധാരാളം അറിവുകൾ തുടർന്നും വരുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.